കഴിഞ്ഞ മാസം 29-ാം തീയതി നടന്ന കൗൺസിൽ യോഗത്തിൽ ഉണ്ടായതിന് സമാനമായ സംഭവവികാസങ്ങൾ ഇന്നും ഉണ്ടാകാനാണ് സാധ്യത. സ്വാഭാവികമായും കൗൺസിൽ തുടങ്ങി ദേശീയഗാനം പാടിയതിനു ശേഷം അജണ്ടയിലേക്ക് പോകുമ്പോൾ സുഗതന്റെ അവധി അപേക്ഷ ആദ്യം തന്നെ മുന്നോട്ട് വെക്കാനാണ് സാധ്യത. സുഗതൻ 6 മാസത്തെ അവധി വേണം എന്നാണ് മേയർ വി രാജേഷിന് നൽകിയിരിക്കുന്ന അപേക്ഷയിൽ പറയുന്നത്. ഈ അപേക്ഷ പാസ്സാക്കിയെടുക്കാനായിരിക്കും ഭരണപക്ഷം ശ്രമിക്കുക. പക്ഷേ നിയമപരമായി ഒറ്റയടിക്കത് ഏത് തരത്തിൽ പാസ്സാക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. സ്വാഭാവികമായും അവധി അപേക്ഷ കൗൺസിലിന്റെ മുന്നിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷമായ LDFും UDFും വോട്ടിനിടണം എന്ന ആവശ്യം ഉന്നയിക്കാനാണ് സാധ്യത. വോട്ടിനിടുക എന്ന് പറയുമ്പോൾ BJPയെ സംബന്ധിച്ച് ഉള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് 50 അംഗങ്ങളുടെ പിന്തുണയാണ് BJPക്ക് നിലവിലുള്ളത്. സുഗതൻ കൂട്ടിയാണ് 51 49 BJP അംഗങ്ങളും പാട്ടൂർ രാധാകൃഷ്ണൻ എന്ന സ്വതന്ത്രനും കൂടി കൂടുമ്പോൾ 50 പേർ BJP പക്ഷത്ത് ഭരണപക്ഷത്തുണ്ടാകും. നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ LDFന് 29 അംഗങ്ങളാണുള്ളത്, UDFന് 20 അംഗങ്ങളാണുള്ളത്. അങ്ങനെ 49 പേർ അവർക്ക് UDFും LDFും കൂടി ചേർന്നാലുണ്ട്. പിന്നെയുള്ളത് ഒരേ ഒരാളാണ്, പൗണ്ടുകടവ് വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് റിബലായ സുധീഷ് കുമാറാണ്. സുധീഷ് കുമാർ കൂടി UDFിനൊപ്പം നിൽക്കുകയാണെങ്കിൽ ഭരണപക്ഷത്ത് 50, പ്രതിപക്ഷത്ത് 50 എന്ന സംഖ്യ വരും. സുധീഷ് കുമാർ അല്പസമയം മുമ്പ് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറിപ്പോയിരുന്നു. അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചിരുന്നു. ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിക്കാനില്ല, കാര്യങ്ങൾ നോക്കിക്കണ്ടതിന് ശേഷം ഒരു തീരുമാനം വോട്ടിങ്ങിലേക്ക് പോയാൽ എടുക്കും എന്നതാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ BJPക്ക് അനുകൂലമായി ഒരു നിലപാട് സുധീഷ് കുമാർ എടുക്കാനുള്ള സാധ്യത തീരെ കാണുന്നില്ല. കാരണം UDFിന്റെ ഭാഗമായാണ് ഇപ്പോൾ UDF അല്ലെങ്കിൽ പോലും കോൺഗ്രസ് റിബൽ എന്ന തലത്തിൽ ആ തരത്തിലാണ് അദ്ദേഹം കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം വിജയിച്ച പൗണ്ടുകടവ് വാർഡ് എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള, അവിടെ ആ തരത്തിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിജയിച്ചു വന്ന ആളാണ് സുധീഷ് കുമാർ. ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും BJPക്ക് പിന്തുണ കൊടുക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അത് മുന്നിൽ കണ്ട് മേയറുടെ ഭാഗത്ത് നിന്ന് ആദ്യം എടുക്കുന്ന ഡിസിഷൻ എന്താണ്? സ്വാഭാവികമായും വോട്ടിനിടാതെ അവധി അപേക്ഷ അംഗീകരിക്കാനുള്ള ഒരു നീക്കമായിരിക്കും നടത്തുക. അങ്ങനെ വന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഏത് തരത്തിൽ വരെ പോകും. കഴിഞ്ഞ തവണ ഉന്തും തള്ളും കടിയും വെള്ളമൊഴിക്കലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇത്തവണ അത്തരം ചില സ്ട്രാറ്റജികൾ തന്നെ എടുക്കാനാണ് സാധ്യത. 500-ന് മുകളിൽ അജണ്ടകൾ ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇതൊരു അലമ്പാക്കുക എന്നൊരു സ്ട്രാറ്റജി ആയിരിക്കും രണ്ട് ഭാഗത്തു നിന്ന് ഉണ്ടാവുക. വോട്ടിങ്ങിലേക്ക് പോവുകയാണെങ്കിലുള്ള പ്രശ്നം അതാണ്. മേയർ വി രാജേഷിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ്. എന്ന് മാത്രമല്ല, ഒരംഗത്തെയും അയോഗ്യനാക്കാനുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതണ്ട എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു പ്ലാനിൽ തന്നെയാണ് ഭരണപക്ഷം എന്ന് കരുതേണ്ടി വരും. ആര്യ, തീർച്ചയായും റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം MG പ്രതീഷ് കൂടി ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പ്രതീക്ഷ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കൗൺസിലിൽ കണ്ടതുപോലെയുള്ള ചില നിർണായകമായ നാടകീയമായ കാഴ്ചകൾക്കൊക്കെ ആയിരിക്കാം സ്വാഭാവികമായും ഇത്തവണത്തെ കൗൺസിൽ യോഗവും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP എന്തായാലും വോട്ടിനിട്ടൊരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിക്കില്ല. BJPയെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഞാണിന്മേൽ കളിയാണല്ലോ. ആര്യ, തീർച്ചയായും. കാരണം ഈ കൗൺസിൽ യോഗം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിഷേധവുമായി പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അല്പസമയത്തിനകം തന്നെ ഈ മേയർ ഈ കൗൺസിൽ ഹാളിലേക്ക് എത്തും. അതോടുകൂടി തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ തന്നെ സുഗതന്റെ അവധി അപേക്ഷ പരിഗണിക്കാനാണ് തീരുമാനം. സ്വാഭാവികമായും പ്രതിപക്ഷം ഇത് വോട്ടിനിടണമെന്ന് ആവശ്യപ്പെടും. പ്രതിപക്ഷം ആവശ്യപ്പെട്ടാൽ അത്തരം നടപടികളിലേക്ക് ഒരുപക്ഷെ മേയർ പോയേക്കാം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൈ ഉയർത്തി വോട്ട് രേഖപ്പെടുത്താനായിരിക്കും മേയർ പറയുക. ഒരു സുഗതന്റെ അവധി അപേക്ഷ ഈ ഭൂരിപക്ഷ പിന്തുണയോടുകൂടി പാസ്സാക്കിയാൽ പോലും അതിനെ നിയമപരമായി തന്നെ നേരിടും എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത്. ഈ പ്രധാനമായും ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ സാധാരണഗതിയിൽ അവധി അപേക്ഷ നൽകുക ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ദീർഘകാലം ആശുപത്രി വാസം ഉണ്ടെങ്കിലോ മറ്റ് കോടതിയുമായി ബന്ധപ്പെട്ടുള്ള, അതായത് സുഗതന്റെ കാര്യത്തിലല്ല, മറ്റ് കോടതി ഉത്തരവുകൾ മൂലമുള്ള മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിലോ മാത്രമാണ് അത്തരത്തിൽ അവധി അപേക്ഷ
നൽകി അത് അംഗീകരിക്കുക. പക്ഷേ സുഗതന്റെ കേസിൽ അങ്ങനെയല്ല. കാപ്പ കേസിൽ തടവ് ശിക്ഷിക്കപ്പെട്ട് സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അവധി അപേക്ഷ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു അവധി അപേക്ഷ ഈ മേയർ അംഗീകരിക്കുമോ, അല്ലെങ്കിൽ മേയർ അംഗീകരിച്ച് പിന്നീട് മറ്റ് നടപടികളിലേക്ക് വിടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത്തരത്തിൽ മേയർക്ക് തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്നതാണ് BJP ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ അതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം നിയമവിരുദ്ധമായ നടപടികളുമായി പോയാൽ ശക്തമായ പ്രതിഷേധം കൗൺസിലിൽ നടത്തും എന്ന് തന്നെ പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിന് സമാനമായ ഒരു പ്രതിഷേധങ്ങൾക്കുൾപ്പെടെ സാധ്യതയുണ്ട്. പക്ഷേ BJP കൗൺസിലർമാരെ നമ്മൾ വീക്ഷിക്കുമ്പോൾ അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. മറ്റ് ഭരണ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അവരുടെ മുഖത്തുൾപ്പെടെ കാണുന്നുണ്ട്. കാരണം വളരെ ചിരിച്ചാണ് എല്ലാ കൗൺസിലർമാരും ഈ കൗൺസിൽ ഹാളിൽ ഇരിക്കുന്നത്. ഇന്ന് രാവിലെ VV രാജേഷ് നമ്മളോട് പ്രതികരിക്കുമ്പോൾ പോലും ആ ഒരു ആത്മവിശ്വാസം പങ്കുവച്ചിരുന്നു. കാരണം ഈ ഒരു 5 വർഷക്കാലം BJPയുടെ 5 വർഷം ഒരു കൗൺസിലർ പോലും അയോഗ്യനാകില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് മേയർ VV രാജേഷ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വലിയ ആത്മവിശ്വാസം BJPയെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ശക്തമായ പ്രതിഷേധം ഒപ്പം നിയമവിരുദ്ധമായ നടപടികളുമായി മുന്നോട്ട് പോയാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം എടുത്തിട്ടുണ്ട്. ഇന്ന് എന്തായാലും ഈ സുഗതന്റെ ഈ അവധി അപേക്ഷയിൽ എന്ത് നടപടിയായിരിക്കും കോർപ്പറേഷൻ സ്വീകരിക്കുക എന്നതാണ് ഏറെ നിർണായകമായ കാര്യം. ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 500-ലധികം അജണ്ടകളാണ് ഇന്ന് കോർപ്പറേഷൻ യോഗത്തിലുള്ളത്. ഇപ്പോൾ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മേയർ VV രാജേഷ് ഈ കൗൺസിൽ ഹാളിലേക്ക് എത്തും. തുടർന്ന് ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ തന്നെ സുഗതന്റെ അവധി അപേക്ഷയായിരിക്കും പരിഗണിക്കുക. അങ്ങനെയെങ്കിൽ അത് വോട്ടിനിടണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കും. എന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനിൽ ഉണ്ടാകും, കൗൺസിൽ ഹാളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ കുറേ നാളുകളായി കോർപ്പറേഷൻ കൗൺസിൽ യോഗം കൃത്യമായി ചേരാൻ കഴിയുന്നില്ല, ഒരു അജണ്ടകളും പാസ്സാക്കാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ വിമർശനം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും ഈ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയാതെ ഈ എല്ലാ കൗൺസിൽ യോഗങ്ങളിലും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾ മാത്രം നടക്കുകയും വളരെ പെട്ടെന്ന് തന്നെ കൗൺസിൽ യോഗം അടിച്ചു പിരിയുന്ന ഒരു കാഴ്ചയാണ് മുൻ കാലങ്ങളിൽ ഉൾപ്പെടെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ ഒരു വിമർശനം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം ഒരു ഏറ്റുമുട്ടലിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് പോകുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആകാംക്ഷ. അങ്ങനെയെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഭരണപക്ഷത്ത് നിന്ന് ഉൾപ്പെടെയുള്ള ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ കൗൺസിൽ യോഗത്തിന് സമാനമായ ഒരു കലുഷിത അന്തരീക്ഷത്തിലേക്കായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രധാനമായും പോകുന്നത്. ഈ സുഗതനെ അയോഗ്യനാക്കുമോ അല്ലെങ്കിൽ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിക്കുമോ എന്ന് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അറിയാൻ കഴിയും. ഒരുപക്ഷെ ഇത്തരത്തിൽ അവധി അപേക്ഷ ഇന്ന് മേയർ അംഗീകരിച്ചാൽ പോലും അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഒരുപക്ഷെ സുഗതൻ അയോഗ്യനായാൽ അതിനെയും നേരിടാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേൽക്കോടതികളെ സമീപിക്കാനും സുഗതനും കഴിയും. അങ്ങനെ അത്തരത്തിൽ ഇത് ദീർഘകാലം നീണ്ടുപോകുന്ന ഒരു നടപടിക്രമമായി തന്നെ കാണാൻ കഴിയും. എന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട നഗരസഭ കൗൺസിൽ ഹാളിൽ ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ 2:30 കൃത്യമായി കൗൺസിൽ യോഗം തുടങ്ങേണ്ടതാണ്. പക്ഷേ 2:35 കഴിഞ്ഞിരിക്കുന്നു. ഈ മേയർ ഇതുവരെയും എത്തിയിട്ടില്ല. ഇപ്പോൾ മേയർ ഈ കൗൺസിൽ ഹാളിലേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ കാണാം മേയർ VV രാജേഷ് കൗൺസിൽ ഹാളിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ കൗൺസിൽ യോഗത്തിന് സമാനമായി തന്നെ ഒരു കലുഷിത അന്തരീക്ഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ അജണ്ടയായി പരിഗണിക്കുക സുഗതന്റെ ഈ അവധി അപേക്ഷ തന്നെ ആയിരിക്കുമോ എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. എന്തായാലും